വണക്കം. അടുത്ത 5 കൊല്ലം കൊണ്ട് ഏറ്റവും കൂടുതൽ എക്സ്പോസ് ആവാൻ പോകുന്ന കേരളത്തിലെ പാർട്ടി ഏതാണെന്നറിയാമോ? അത് വേറൊരു പാർട്ടിയല്ല, ആ പാർട്ടിയാണ് മതേതര ലീഗ് എന്ന് പറയുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി. സംഭവം വേറൊന്നുമല്ല. പണ്ടൊക്കെ ഈ മുസ്ലിം ലീഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് LDF ഭരിക്കുന്ന കാലത്ത് ഈ മുസ്ലിം ലീഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ തേനും പാലും ഒഴുകുമായിരുന്നു. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മതേതര കേരളത്തിൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെയാണ് ചില വേട്ടാവളിയന്മാർ ഇവിടെ കിടന്ന് പറഞ്ഞുകൊണ്ട് കിടന്നത്. പോരാത്തതിന് മുസ്ലിം ലീഗിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പാണക്കാട് തറവാടിനെ പറ്റി പറയാൻ പാടില്ല, പാണക്കാട്ട് തറവാട്ടിലെ തങ്ങന്മാരെ പറ്റി പറയാൻ പാടില്ല. അവരെന്നൊക്കെ പറഞ്ഞാൽ നടന്നു പോകുമ്പോൾ ഒരു ഉറുമ്പ് ക്രോസ് ചെയ്ത് ആ ഉറുമ്പിനെ എടുത്ത് മാറ്റി നിർത്തിയിട്ട്, അല്ലെങ്കിൽ ആ ഉറുമ്പ് ക്രോസ് ചെയ്ത് പൊക്കോട്ടെ, അതുവരെ നമുക്കിവിടെ നിൽക്കാം. ഒരു ഡീലിന് വേണ്ടി പോവുകയാണ്, കോടികളുടെ നഷ്ടമുണ്ടായേക്കാം. അങ്ങനെ പോകുന്ന ടീമുകളാണ്. ഈ ടീമുകളെ ആണോടാ നീയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞവന്മാർ കടിച്ച് കീറാൻ വരുമായിരുന്നു. പക്ഷേ സംഭവം ഇപ്പം അങ്ങനെയൊന്നുമല്ല. കേരളത്തിൻ്റെ മതേതര മണ്ണിലേക്ക് വർഗീയ BJP അല്ല, അങ്ങനെയാണല്ലോ, BJP എന്ന് പറഞ്ഞാൽ വർഗീയ പാർട്ടിയാണ്. ഒരു ഹിന്ദു MLA എന്തുകൊണ്ടില്ല എന്ന് ചോദിക്കുന്ന ഗുരുവായൂരിൽ നിന്ന് ഗോപാലകൃഷ്ണനെ നമ്മൾ മലയാളികൾ പൊട്ടിച്ച് കൈ കൊടുക്കും. മലയാളികളല്ല, അവിടെ കൂടുതലും ന്യൂനപക്ഷങ്ങളാണല്ലോ. ആ ന്യൂനപക്ഷ വോട്ടുള്ള സ്ഥലത്ത് ഗോപാലകൃഷ്ണൻ എന്ന് പറയുകയാണ് അവിടെ ഹിന്ദു MLA വേണമെന്ന് എന്നൊക്കെയാണ് ആ സമയത്ത് മീഡിയ ഫണ്ടൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത്. അതായത് ഞമ്മൻ്റെ ആൾക്കാർ കൂടുതലുള്ള സ്ഥലത്ത് ഞങ്ങളുടെ ആൾക്കാരെ മാത്രമേ ജയിപ്പിക്കുകയുള്ളൂ എന്ന തിട്ടൂരം. ആ തിട്ടൂരത്തിന് അവിടെ ചെന്നാണ് ഗോപാലകൃഷ്ണൻ ഒരു കൊട്ടു കൊടുത്തത്. ആ ഗോപാലകൃഷ്ണനെ പൊട്ടിച്ച് കൈ കൊടുത്തു. അപ്പോഴും മതേതര ഹിന്ദു വെൽ ഡൺ, അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ഇപ്പുറത്ത് മലപ്പുറം എന്ന് പറയുന്ന ആ ജില്ലയിൽ, അതായത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള ജില്ലയാണ് മലപ്പുറം. അവിടെ 22 എണ്ണം പറഞ്ഞ മുസ്ലിം സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗിൻ്റെ പേരിൽ നിർത്തി അവരെ ജയിപ്പിച്ചു വിട്ടു. 5 നേരം നിസ്കരിക്കുന്നവരാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ എന്ന് പച്ചയ്ക്ക് പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ടീമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. പോരാത്തതിന് ഈ മുസ്ലിം ലീഗിൻ്റെ KM ഷാജി എന്ന് പറയുന്ന ഇഞ്ചി ഷാജി ലവനാണെങ്കിൽ മതമാണ് പ്രശ്നം, അത് ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ്, അത് വിട്ടൊരു കളിയില്ല എന്ന് പറഞ്ഞ ലവൻ ഇന്ന് മന്ത്രിയാണ്. പോരാത്തതിന് ഈ ലവൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഭരണത്തിൽ വരുന്ന ജനങ്ങളെ സേവിക്കാനൊന്നുമല്ല, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ സ്വത്വം അത് തിരികെ പിടിക്കാനാണ് ഞങ്ങൾ ഭരണത്തിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവനെ അങ്ങ് ജയിപ്പിച്ചു വിട്ടു. അതായത് ഒരു സ്ഥലത്ത് തീവ്ര വർഗീയത പറയുന്ന ഒരു ടീമിനെ എടുത്ത് തലയിൽ വയ്ക്കുക. അല്ല, കേരളം അങ്ങനെ ഒരു എക്കോസിസ്റ്റത്തിനകത്താണ് അകപ്പെട്ടിരിക്കുന്നത്. കേരളം അങ്ങനെ ഒരു എക്കോസിസ്റ്റത്തിനകത്തായിപ്പോയി എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിച്ചു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർപിരിയുമ്പോൾ അങ്ങ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രദേശം വേണമെന്ന് പറഞ്ഞ് കുറ്റിയും പറിച്ചു പോയ മുസ്ലിം ലീഗിൻ്റെ ഒരു തുമ്പ് വന്ന് അവശേഷിച്ച് എവിടെയാണ്? ഇങ്ങ് മലബാറിലാണ്. ആ മലബാറിൽ അവശേഷിച്ച ഈ ലവന്മാരെ നോക്കി നെഹ്റു പറഞ്ഞത് മറ്റവന്മാർ കുറ്റിയും പറിച്ചുകൊണ്ട് പോയി, എന്നാലും ബാക്കിയുള്ള യവന്മാർ എങ്ങനെ ഇവിടെ വന്ന് അവശേഷിച്ചു എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നാണ് കോഴിക്കോട് വന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. ആ നെഹ്റുവിൻ്റെ പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ്സാണ് മുസ്ലിം ലീഗുമായിട്ട് കൈകോർത്ത് ഇന്ന് അമ്പട ഞാനേ എന്ന് പറഞ്ഞിരിക്കുന്നത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ മുസ്ലിം ലീഗ് നമ്മുടെ മണ്ണിൽ പടച്ചു വിട്ടിരിക്കുന്ന ഒരുപാട് വർഗീയ വിഷങ്ങളുടെ വേരുകളുണ്ട്. ഇതിനെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നീ BJP അല്ലേ, നീ സംഘിയല്ലേ, നീ കാവ്യല്ലേ കൊടുക്കുന്നത്, നീ ചന്ദനക്കുരി തൊടുന്നവനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ അതിഭീകരമായിട്ട് പ്രതിരോധിച്ചുകൊണ്ടിരുന്നു. LDF ആണെങ്കിൽ ആ സമയത്ത് ഭരണകക്ഷിയായിരുന്നു. അതുകൊണ്ട് അവന്മാർക്കൊന്നും ചെയ്യാനും പറ്റിയില്ല. കാരണം LDFിൻ്റെ വിചാരം, LDFിനെ അന്ന് എതിർക്കേണ്ടതും LDFിൻ്റെ വിചാരവും BJP LDFിൻ്റെ വോട്ടുകൾ ചോർത്തുന്നു എന്നുള്ളതാണ്. സംഭവം സത്യമാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ തൊടണ്ട, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വോട്ട് നമുക്ക് കിട്ടിക്കോട്ടെ, BJPയെ നമുക്ക് എതിർക്കാം. അവന്മാരെ എതിർക്കാതെ ഈ മുസ്ലിം ലീഗിൻ്റെ വർഗീയത എതിർത്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? BJP വളരും എന്നാണ് ഇവർ വിചാരിച്ചത്. ഇപ്പോൾ BJPയും വളർന്ന് മുസ്ലിം ലീഗിൻ്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വോട്ട് ഇവന്മാർക്ക് കിട്ടിയില്ല, ഇവന്മാർ പൊട്ടിത്തള്ളി ഒരു മൂലയിലിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് കേരളത്തിൻ്റെ കറണ്ട് സിനാരിയോ എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ നരേന്ദ്രമോദിയുടെ അശ്വമേധം നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു 2 മുന്നണികളാണുള്ളത്, ഇപ്പോൾ 3 മുന്നണികളായല്ലോ. അതുകൊണ്ട് തന്നെ LDFിന് മുസ്ലിം ലീഗിനെ എതിർക്കാതിരിക്കാൻ യാതൊരുവിധ തരവുമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് മലബാർ കലാപം നടത്തിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ടായിരുന്നു. അംബേദ്കർ വരെ പറഞ്ഞിട്ടുണ്ട്, മലബാർ കലാപം എന്ന് പറയുന്നത് ഏകപക്ഷീയമായി ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണമാണ് എന്ന് അംബേദ്കർ എഴുതി വെച്ചിട്ടുണ്ട്. അംബേദ്കർ അത് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, മാറാട് കലാപത്തിൽ കൃത്യമായിട്ട് തോമസ് P. ജോസഫ് കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ ഇതിനകത്ത് പറയുന്നുണ്ട്, മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ ഈ കലാപം ഇഗ്നൈറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് ഇഗ്നൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് അതിനകത്ത് പങ്കുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ സംഘടിതമായിട്ട് വന്ന് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ത് ചെയ്യും? ചാണകം, സംഘി, ഗോമൂത്രം, ശൂലം, ഭ്രൂണം, ഗർഭിണി എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ എന്ത് ചെയ്യും? അതിഭീകരമായിട്ട് ഞാൻ പ്രതിരോധിക്കുമായിരുന്നു. എന്നിട്ട് ഇവന്മാർ നൈസായിട്ട് ഗുജറാത്ത്
ഗുജറാത്ത്. സത്യം പറഞ്ഞാൽ മലയാളികൾക്ക് കലാപം എന്ന് കേൾക്കുമ്പോൾ ഗുജറാത്ത് കലാപം ഇത് മാത്രമേ ഓർമ്മയുള്ളൂ. മുസ്ലിം ലീഗ് നാഴികയ്ക്ക് 40 വട്ടം യുവമാരുടെ പൊളിറ്റിക്കൽ ഇസ്ലാം ടീമും ഗുജറാത്ത് കലാപം ഗുജറാത്ത് എന്ത് പറഞ്ഞാൽ അങ്ങോട്ട് നോക്ക് ഗുജറാത്ത് കലാപം, ഇങ്ങോട്ട് നോക്ക് ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുവമാർ ഇവിടെ നടത്തിയ കലാപം, അതിലും വലിയ കലാപങ്ങളെല്ലാം യുവമാർ മറച്ചു വെച്ചുകൊണ്ട് ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത 5 കൊല്ലം പറയാൻ പോകുന്നത് മാറാട് കലാപത്തെക്കുറിച്ചും മലബാറിലെ ഹിന്ദു വംശഹത്യയെക്കുറിച്ചും അതിൽ യുവന്മാരുടെ പങ്കുമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ 2 സംഭവം ഏറ്റെടുക്കുന്നത് ഇത്തവണ സംഘപരിവാറല്ല, അത് ഏറ്റെടുത്തിരിക്കുന്നത് LDF ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ സംഘപരിവാറും LDFും രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് യുവന്മാരെ ഡിഫൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ സാമുദായിക നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി കൂടെ വന്നു. മുസ്ലിം ലീഗിന് പറ്റിപ്പോയ ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ ഇതുവരെ യുവന്മാരുടെ ഓപ്പറേഷൻസ് എല്ലാം അന്തർധാരയിലൂടെ മാത്രമേ യുവന്മാർ നടത്തിയിട്ടുള്ളൂ. പക്ഷേ ഇത്തവണ കൃത്യമായിട്ട് ഇവർ എക്സ്പോസായി എന്നുള്ളത് മാത്രമല്ല, ഭരണം കിട്ടിയപ്പോൾ അത്യാഹ്ലാദത്തിൻ്റെ പേരിൽ സുകുമാരൻ നായർ തെറിവിളിക്കുക, ഹിന്ദു വിരുദ്ധ മുദ്രാവാക്യങ്ങൾ അവിടെ ഇവിടെ മുഴക്കുക, സോഷ്യൽ മീഡിയയിലൂടെ ലീഗ് ഭരിക്കും കേരളത്തിൽ, ലീഗ് പറയും നിയമങ്ങൾ എന്നുള്ള കാര്യങ്ങൾ പറയുക, VD സതീശനെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് അങ്ങ് ഹൈക്കമാൻഡുണ്ട് രാഹുൽ ഗാന്ധിയുടെ തൊള്ളയ്ക്ക് കുത്തിപ്പിടിച്ചിട്ടാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നില്ല എന്ന് പറഞ്ഞ് VD സതീശന് ആ മുഖ്യമന്ത്രി സ്ഥാനം മേടിച്ചു കൊടുത്തത്. പോരാത്തതിന് 5 മന്ത്രിമാരും ഇവരെ അടിച്ചെടുത്തു. 5 മന്ത്രിമാർ ഇവരെ അടിച്ചെടുത്തു എന്നുള്ളത് മാത്രമല്ല, ആ 5 മന്ത്രിമാർക്കും വലിയ വലിയ വകുപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 5 മന്ത്രിമാരും മുസ്ലിം മന്ത്രിമാരാവുന്നതിൽ മുസ്ലിം ലീഗിന് കൊടുത്തതിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റില്ല. അതൊക്കെ അവരുടെ ഡിസ്ക്രിപ്ഷൻ, അവർ കൊടുക്കാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷേ ബാക്കിയുള്ള സമുദായങ്ങൾക്ക് അതിനകത്ത് പ്രാതിനിധ്യം ഇല്ലാതെ പോകുന്നത് എന്ത് തരത്തിലുള്ള തുല്യതയാണ് എന്നാണ് പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തരത്തിലുള്ള തുല്യതയാണ് എന്നുള്ളതാണ്. ഇത്രയും കാലം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിയെ പൊതിഞ്ഞു പിടിച്ച് യുവമാരിവിടെ വളർന്ന് പടർന്ന് പന്തലിച്ച് ഇനി അടുത്ത 5 കൊല്ലം ഈ മുസ്ലിം ലീഗിൻ്റെ തനിക്കൊണമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇവരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും രക്തവും കഫവും മലവും മൂത്രവും വരെ ഇവിടെയുള്ള ആൾക്കാർ എടുത്തിട്ട് പരിശോധിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല, യാതൊരുവിധ സംശയവുമില്ല. അങ്ങനെ മുസ്ലിം ലീഗ് ഇപ്പോൾ തനിക്കൊണ നൈസായിട്ട് കാണിക്കാൻ തുടങ്ങിയ ഈ ഒരു സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ആദ്യത്തെ വെടിപിടിച്ചു. നേരത്തെയും വെള്ളാപ്പള്ളി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളി ഇവരെന്ത് ചെയ്യും? മുസ്ലിം വിരുദ്ധനാക്കും. അത് ഭയങ്കര എളുപ്പമാണ്. മുസ്ലിം വിരുദ്ധന എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, മുസ്ലിം വിരുദ്ധനാക്കി അങ്ങ് ചാപ്പയടിച്ച് അങ്ങ് മാറ്റും. പക്ഷേ വെള്ളാപ്പള്ളി ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഇനിയിപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ അങ്ങോട്ടെടുത്ത് മാറ്റി നിർത്ത്. വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരുദ്ധത പറയുന്നു എന്ന് നിങ്ങൾ പറയുന്നു, വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ നിർത്താം, അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി നിർത്താം. അങ്ങനെ മാറ്റി നിർത്തിയാലും ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഗുരുവായൂർ ഹിന്ദു MLA വേണമെന്ന് പറയുന്ന ഗോപാലകൃഷ്ണൻ തോറ്റു. കാരണം മതേതര മണ്ണിന് യോജിച്ചവനല്ല ഗോപാലകൃഷ്ണൻ. പക്ഷേ KM ഷാജി എങ്ങനെയാണ് ജയിച്ചത്? അതൊരു ചോദ്യമല്ലേ. അതിലും വലിയ രീതിയിൽ വർഗീയത പറഞ്ഞ് മതമാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞ ഗുരുവായൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു ഹിന്ദു ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ഈ മണ്ണിൽ എന്തുകൊണ്ടൊരു ഹിന്ദു MLA വരുന്നില്ല? ഇവിടെ ന്യൂനപക്ഷം സംഘടിക്കുകയാണ്. ന്യൂനപക്ഷം സംഘടിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് ഹിന്ദു MLA ജയിക്കുന്നില്ല? അതൊരു റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഗുജറാത്തിൽ പോലും ജയിക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ BJP അവിടെ ഹിന്ദു സ്ഥാനാർത്ഥികളെ കൊണ്ടു നിർത്തി ജയിപ്പിക്കുന്നുണ്ട്. അതാണ് മതേതരത്വം. ഇവിടെ പ്രബുദ്ധരാണ്. മതേതരത്വം പൂത്തുവിളയുന്ന നാടാണ്. ഇവിടെ കൃത്യമായിട്ട് മതം നോക്കി വോട്ടിടുന്ന കൂട്ടർക്കിടയിൽ ഹിന്ദു MLA ജയിക്കുന്നില്ല. ഗോപാലകൃഷ്ണൻ ഈ ഒരു സെറ്റപ്പ് ഉയർത്തിയല്ലോ. അതെന്തുകൊണ്ടാണ് എന്നുള്ളതിനൊരു ചെറിയ ഉത്തരം അങ്ങ് തന്നാൽ മതി. വേറെ ഒരു പ്രശ്നവുമില്ല. അതെന്തുകൊണ്ട് ജയിക്കുന്നില്ല? അതാണ് ചോദ്യം. ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. അവർ സംഘടിതരാണ്, ഞങ്ങൾ സംഘടിതരല്ല, അവർ മതം നോക്കി വോട്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ആ പ്രശ്നം അവിടെ തീർന്നു. അവർ പക്ഷേ അത് പറയില്ല. അത് പറയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ സംഘടിതരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ള ആൾക്കാരും ചിലപ്പോൾ സംഘടിച്ചാലോ, അങ്ങനെ സംഘടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ BJP വളർന്നു പോയാലോ എന്നുള്ളൊരു ഭയം പല ആൾക്കാർക്കും ഉള്ളിലുണ്ട്. ഇനി അവർ സംഘടിതരാണ് എന്നുള്ളത് ഇപ്പോൾ മുസ്ലിം ലീഗ് ജയിച്ച് അധികാരത്തിൽ വരുമ്പോൾ ഇവിടെയുള്ള പല മതേതരന്മാരും ഇങ്ങനെ മനസ്സിലാക്കി വരുന്നുണ്ട്. അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി വർഗീയവാദിയാണ്. ശരി, അവിടെ നിർത്തിക്കോട്ടെ. വെള്ളാപ്പള്ളി എടുത്ത് മാറ്റി നിർത്താം. ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഉമ്മൻചാണ്ടിയെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഈ ന്യൂനപക്ഷ സംവരണം, ഈ ന്യൂനപക്ഷ സംവരണത്തിൽ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ആരാണ്? മുസ്ലിംസ്, ക്രിസ്ത്യാനികൾ, ബുദ്ധന്മാർ, സിഖ്, ജൈനന്മാർ, അങ്ങനെയുള്ള ഹിന്ദു ഒഴിച്ചുള്ള ബാക്കി എല്ലാ ആൾക്കാരും ന്യൂനപക്ഷങ്ങളാണ് ഇവിടെ. ആ ന്യൂനപക്ഷ സംവരണത്തിൽ 80%, അതായത് 100%ത്തിൽ 80% മുസ്ലിംസിന്, ബാക്കി 20% ക്രിസ്ത്യാനിക്കും ബാക്കിയുള്ളവന്മാർക്കും. ഇതെന്ത് നീതിയാണ്? ഇതെന്ത് തുല്യതയാണ് എന്ന് ഉമ്മൻചാണ്ടിയാണ് വന്ന് ചോദിക്കുന്നത്. വെറുതെ സങ്കല്പിച്ചോ? ഒരു മറുപടി ഉണ്ടോ?
വെള്ളാപ്പള്ളി എടുത്ത് മാറ്റി, കാരണം വെള്ളാപ്പള്ളി വർഗീയവാദിയാണ്. ഉമ്മൻചാണ്ടിയാണ് ചോദിക്കുന്നതെന്ന് വെറുതെ വിചാരിക്കുക, ഒരു മറുപടി ഉണ്ടോ? മറുപടിയില്ല. ഉമ്മൻചാണ്ടിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ചാണകം, ഗോമൂത്രം, ശൂലം, ഭ്രൂണം, ഗർഭിണി, പശുമ്പയുടെ കൊമ്പ്, അകിട് എന്നിങ്ങനെയുള്ള അധിക്ഷേപപരമായിട്ടുള്ള പരാമർശങ്ങൾ എടുത്ത് ചൊരിയുന്നതാണ് ഇതൊന്ന്. ഇനി രണ്ടാമത്തെ കാര്യം ന്യൂനപക്ഷ സംവരണം എന്ന് പറഞ്ഞ് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് സംവരണം ലഭിക്കുന്നുണ്ട്. ഈ മുസ്ലിങ്ങൾക്ക് ന്യൂനപക്ഷ സംവരണം എന്ന് പറഞ്ഞ സംവരണം ഒരു സംവരണം. അതിനു പുറമെ ഇപ്പുറത്ത് OBC സംവരണം എന്ന് പറഞ്ഞൊരു സംവരണമുണ്ട്. ആ OBC സംവരണവും ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് 2 സംവരണം, 2 കോയെ എന്ന് ചോദിക്കും പോലെയാണ് 2 സംവരണം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഈ 2 സംവരണം ഇവർക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? ഒരാൾക്ക് ഒരു സംവരണം ലഭിക്കുക, ഈ 2 സംവരണം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെയില്ലേ. 10 പേരുണ്ട്, 10 പേർക്ക് കൊടുക്കാനായിട്ട് 10 മുട്ടായി കൊണ്ടുവന്ന്, ഈ 10 മുട്ടായി 10 പേർക്ക് കൊടുക്കാതെ ഒരാൾക്ക് 2 മുട്ടായിയും ബാക്കി അതിലുള്ളവർക്ക് ബാക്കി 8 മുട്ടായി ബാക്കിയുള്ള 9 പേർക്കും വീതിച്ചു കൊടുക്കുകയാണ്. ഇതെവിടുത്തെ ന്യായമാണ് എന്നുള്ളൊരു ചോദ്യം, ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ്. അത് ചോദിക്കുന്നുണ്ട്. ഈ 40% OBC സംവരണം. 74 ജാതിക്കും ഉപജാതിക്കുമായി വിഭജിച്ച് കൊടുക്കുന്നതാണ് ഈ 40% OBC സംവരണം. ഇതിനകത്ത് 12% മുസ്ലിങ്ങൾക്കാണ്, അതിനകത്ത് 80% മുസ്ലിങ്ങൾക്കാണ്. ഇതെങ്ങനെ ശരിയാകും? ഇതൊരു തുല്യതയാണോ? വെള്ളാപ്പള്ളി ചോദിച്ച രീതിയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഞാൻ ചോദിക്കാം, ഇതൊരു തുല്യതയാണോ? ഇതെത്തിനാണ് 2 പേർക്ക് കൂടെ സംവരണം കൊടുക്കുന്നത്, കുറച്ച് സംവരണം നമുക്ക് കൂടെ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. കേട്ടാണ് വീഴ അങ്ങനെ ചോദിക്കാം. അപ്പോൾ അവർക്ക് ഒരു മനസ്സലിവ് തോന്നിയിട്ട് പാവങ്ങൾ കൊടുത്തേക്കാം എന്ന് തോന്നണമെങ്കിൽ അങ്ങനെയെങ്കിലും തോന്നിക്കോട്ടെ. ഇതൊക്കെ ഒരു ന്യായമായിട്ടുള്ള ചോദ്യമാണ്. എന്തായാലും വെള്ളാപ്പള്ളി ആദ്യത്തെ വെടി പൊട്ടിച്ചുകൊണ്ട്, ഈ ആദ്യത്തെ വെടി പൊട്ടിക്കുന്ന മുമ്പ് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ സതീശൻ മുഖ്യമന്ത്രിയായി, കിരീടവും ചെങ്കോലും ഇല്ലാത്ത മുഖ്യമന്ത്രിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ സതീശനെ നോക്കിയാൽ മതി. കിരീടവും ചെങ്കോലും ഇല്ലാത്ത മുഖ്യമന്ത്രി. എന്താണ് ഈ കിരീടം, എന്താണ് ഈ ചെങ്കോൽ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു മുഖ്യമന്ത്രി വിത്തൗട്ട് ആഭ്യന്തര വകുപ്പ്, ആ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പവറും ഇല്ലാത്ത മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ്. കാരണം ആഭ്യന്തരമില്ലാത്ത മുഖ്യമന്ത്രി എന്ത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുകയാണ്. ആഭ്യന്തരവും വിജിലൻസും രമേശ് ചെന്നിത്തല നൈസായിട്ട് അടിച്ചെടുത്തു. വിജിലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്തൊരു കരിയിലെ അനങ്ങിയാൽ പോലും അതറിയേണ്ട മുഖ്യമന്ത്രിയാണ്. ഇനി മുഖ്യമന്ത്രി അറിയില്ല, ഇനി രമേശ് ചെന്നിത്തലയായിരിക്കും അതൊക്കെ അറിയാൻ പോകുന്നത്. ആഭ്യന്തര വകുപ്പും രമേശ് ചെന്നിത്തലയ്ക്കാണ്. അതായത് ഒരു കലാപം നടക്കുകയാണ്, അല്ലെങ്കിൽ 2 ആൾക്കാർ തമ്മിൽ ഏറ്റവും പോട്ടെ മുസ്ലിം ലീഗും SNDP തമ്മിൽ എവിടെയെങ്കിലും ഒരു സംഘർഷ സാധ്യത രൂപപ്പെട്ടു എന്ന് വിചാരിക്കുക. രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെങ്കിൽ പറയാം 2 ദിവസം കൂടെ പോട്ട്, ആ 2 ദിവസം കൂടെ പോട്ട്, അടി ഒന്ന് മൂക്കട്ട് എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെങ്കിൽ പറയാം. രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെ അത് മൂപ്പിക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ ആഭ്യന്തരത്തിൻ്റെയും വിജിലൻസിൻ്റെയൊക്കെ ഒരു ഗുട്ടൻസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മുടെ മറ്റേ ഇഷ്യൂ ഉണ്ടല്ലോ, സോളാർ കേസ്. ആ സോളാർ കേസ് ഉണ്ടായിരുന്ന സമയത്ത് അത് ഇത്രയധികം അടി മൂപ്പിച്ചത് നമ്മുടെ രമേശ് ചെന്നിത്തലയാണെന്നാണ് പല ആൾക്കാരും പറയുന്നത്. കാരണം അന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നല്ലോ. കൃത്യമായിട്ട് ഈ സർക്കാരിന് കിട്ടുന്ന അല്ലെങ്കിൽ പോലീസിന് കിട്ടുന്ന അതേ ഡീറ്റെയിൽസ് അപ്പം തന്നെ മാധ്യമങ്ങളുടെ കയ്യിലേക്ക് എത്തുമായിരുന്നു. ഇതെങ്ങനെയാണ് എത്തുന്നത്? രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിൽ ഇരിക്കുകയും ചെയ്തു. ഇനി അങ്ങനെയൊന്നും ആയിരിക്കില്ല. എന്ത് തന്നെയായിരുന്നാലും ഇപ്പം ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. അപ്പോൾ സതീശൻ ഏറ്റെടുത്തിരിക്കുന്നത് ധനകാര്യ വകുപ്പും പ്ലസ് തുറമുഖ വകുപ്പുമാണ്. ഇനി അതിൽ വേറൊരു കാര്യം പറയാം. സതീശൻ ചിലപ്പോൾ അത് ബുദ്ധിപരമായിട്ട് ഏറ്റെടുത്തിരിക്കാമെന്ന് വേറെ പല ആൾക്കാരും പറയുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇനി ധനകാര്യത്തിലും തുറമുഖത്തിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൈയിട്ട് വരാനായിട്ട് പറ്റും. കാരണം അദാനി വഴി അവിടം വഴിയാണല്ലോ പൈസ വരുന്നത്. അതുകൊണ്ട് അതൊക്കെ ആയിരിക്കും ഇനി കൈയിട്ട് വരാൻ പറ്റിയ വകുപ്പുകൾ എന്നായിരിക്കും. ഈ ആഭ്യന്തരത്തിനൊക്കെ പൈസ അങ്ങോട്ട് പോവുകയല്ലേ ഉള്ളൂ, ഇത് പൈസ ഇങ്ങോട്ട് വരുന്ന വകുപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുട്ടൻസും ഗുണമൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് സതീശൻ അതെടുത്ത് തോളിൽ വെച്ചു എന്നും പല ആൾക്കാരും പറയുന്നുണ്ട്. എന്തായാലും ഇരട്ടിപ്പണിയാണ്. ധനകാര്യമൊക്കെ സതീശൻ എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ്. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ ആദ്യത്തെ വെടി പൊട്ടിച്ചു. മാറാട് കലാപം, പോരാത്തതിന് ഹിന്ദു കൂട്ടക്കൊല, മലബാർ കലാപം. ഈ മലബാർ കലാപവും മാറാട് കലാപവും ഇവിടെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സംഘി, മറ്റവൻ, മറിച്ചവൻ എന്നൊക്കെ പറഞ്ഞ് ഇവരെ എടുത്ത് മുദ്ര കുത്തുവൽ. ഇന്ന് വെള്ളാപ്പള്ളി അവരുടെ മുഖപത്രമായിട്ടുള്ള യോഗനാഥത്തിലൂടെ പുറത്തുവിട്ടിരിക്കുന്ന ആ ഒരു എഡിറ്റോറിയൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. മലബാർ കലാപവും മാറാടും ഞങ്ങൾ മറക്കില്ല. അധികാര കസേരകൾ ഉറപ്പായതോടെ UDFിലെ പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് നേതാക്കളുടെയും അണികളുടെയും വാക്കുകളിലും പ്രവൃത്തികളിലും അപകടകരമായിട്ടുള്ള ചില സൂചനകൾ വ്യക്തമാകുന്നുണ്ട്. മുസ്ലിം ലീഗ് കടുത്ത ഹിന്ദു വിരുദ്ധ നിലപാടിലേക്ക് മാറിയെന്ന് അവരുടെ സമീപനങ്ങളിൽ നിന്ന് മനസ്സിലാകും. SNDP യോഗത്തിലും NSSനുമെതിരെ കേരളത്തിലും പുറത്തും നടത്തുന്ന അവരുടെ പ്രതിഷേധങ്ങളും ഇക്കാര്യം സാധൂകരിക്കുന്നു എന്ന് പറയുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ആരാടാ ഈ വെള്ളാപ്പള്ളി, ആരാടാ ഈ സുകുമാരൻ നായർ എന്നൊക്കെ പറഞ്ഞ ഉമാർ പ്രതിഷേധമായിട്ട് റോഡിലിറങ്ങി. ഒന്നും ചെയ്തില്ല. SNDP എന്ത് ചെയ്തു? ആ തങ്ങളുടെ കോലം അങ്ങ് കത്തിച്ചു. അത് മാത്രമേ നടന്നുള്ളൂ. തങ്ങളെ ഒന്നും തൊട്ട് കളിക്കാൻ ആരും ഇവിടെ ധൈര്യപ്പെടില്ല എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ലീഗിൻ്റെ മതേതര ജനാധിപത്യ വിരുദ്ധതയെ എതിർക്കുന്നവരാരായാലും അവരെ മുസ്ലിം വിരുദ്ധ വർഗീയവാദി ചാപ്പകുത്തി ഒറ്റപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമമാണ് ആ സംഘടന അനുവർത്തിക്കുന്നത്. മുസ്ലിം മതത്തെയല്ല, മുസ്ലിം ലീഗ് എന്ന സംഘടനയുടെ മതവിവേചനത്തിനെതിരെയും വർഗീയതയും ശക്തമായി എതിർത്താണ് SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എന്നെ വർഗീയവാദി എന്ന് വിളിച്ച് തെരുവിൽ ആക്ഷേപിക്കുന്നത്. കോൺഗ്രസിൻ്റെ
മുഖ്യമന്ത്രിയെ കോൺഗ്രസ് തീരുമാനിച്ചു കൊള്ളാമെന്ന് അഭിപ്രായം പറഞ്ഞതിന് മൂവാറ്റുപുഴ നിയുക്ത MLA മാത്യു കുഴൽനാടനെതിരെ അവിടെ സ്വന്തം മുന്നണിയിൽപ്പെട്ട ലീഗുകാർ അധിക്ഷേപ പ്രകടനം നടത്തി. തിരഞ്ഞെടുപ്പ് വിജയത്തിന് മാത്യു നിശ്ചയിച്ച സ്നേഹവിരുന്ന് പോലും നടത്താനാവാത്ത ദുരവസ്ഥ ഈ കേരളത്തിലുണ്ടായി. SNDP യോഗത്തെയും എന്നെയും തീർത്ത് കളയുമെന്ന തരത്തിലാണ് അധികാരലഹരി നുണയും മുമ്പ് തന്നെ യൂത്ത് ലീഗുകാരുടെ പ്രകടനങ്ങൾ. കോലം കത്തിച്ചാലോ വെല്ലുവിളിച്ചാലോ ഞാൻ പേടിച്ചോടുമെന്നവരുടെ ആശ വെറുതെയാണ്. ഇതിലും വലിയ പെരുന്നാളിന് ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല. UDF അധികാരമേറും മുമ്പ് തന്നെ മുസ്ലിം ലീഗ് കേരളം ഭരിച്ചു തുടങ്ങിയ ലക്ഷണമാണ്. മതവെറിയും കൊലവിളി രാഷ്ട്രീയവും കൊണ്ട് കേരളത്തെ ഭീതിയിലാഴ്ത്താനാണ് ഇവരുടെ ശ്രമം. ഇത്തരത്തിൽ പ്രവർത്തിച്ച പല ശക്തികളും ഇന്ന് അഴിക്കുള്ളിലാണ്. സംസ്ഥാന ഭരണത്തിൻ്റെ മറവിൽ മതതീവ്രവാദ ശക്തികൾക്ക് സംരക്ഷണം ഒരുക്കാമെന്ന ലീഗ് നേതാക്കളുടെ മോഹം പുതിയ സർക്കാർ സാധിച്ചു കൊടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. കേരളത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങൾക്ക് അടിത്തറവാകിയ മഹത്തായ സാമൂഹിക പ്രസ്ഥാനമാണ് SNDP യോഗം. മഹാഗുരു ശ്രീനാരായണ ഗുരുദേവൻ തുടക്കമിട്ട പ്രസ്ഥാനം. ജാതി വിവേചനങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സാമൂഹിക പരിഷ്കരണത്തിനായി അന്നും ഇന്നും യോഗം ശക്തമായി രംഗത്തുണ്ട്. പുതിയ കാലത്തെ അനാചാരമായ മതവിവേചനത്തിനെതിരെ പോരാടുക SNDP യോഗത്തിൻ്റെ ദൗത്യമാണ്. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുന്ന മതപരമായ വിവേചനത്തിനും അധിനിവേശത്തിനുമെതിരെയും സ്വാഭാവികമായി SNDP യോഗം രംഗത്ത് വരും. അതിൻ്റെ ഭാഗമായി ലീഗിനെയും നേതാക്കളെയും യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ കർക്കശമായി വിമർശിച്ചിട്ടുണ്ട്, നാളെയും വിമർശിക്കും. അത് മുസ്ലിം സമുദായത്തിനെതിരെയാണെന്ന് വരുത്തി എന്നെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിച്ച് ലോകവ്യാപകമായി കടുത്ത വർഗീയ വിദ്വേഷ പ്രചാരണം നടത്തുകയാണ് ലീഗ്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് തൊടുപുഴയിലും മറ്റും നടന്ന കോലം കത്തിക്കലുകൾ. കേരളത്തിൻ്റെ നിയമങ്ങൾ ലീഗ് പറയുമെന്നും കേരളമെന്ന് ലീഗ് ഭരിക്കുമെന്നുള്ള വെല്ലുവിളികളും വിഷം ചീറ്റുന്ന മുദ്രാവാക്യങ്ങളും പച്ചത്തറി വിളിച്ചുള്ള പ്രകടനങ്ങളുമാണ് അരങ്ങേറുന്നത്. അവലും മലരും കരുതി വയ്ക്കണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. പ്രകടനങ്ങളുടെ പേരിൽ യൂത്തുകാരെ സസ്പെൻഡ് ചെയ്തെന്ന് ലീഗ് നേതൃത്വം പറയുന്നുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ലഹരിയിൽ കേരളത്തിൽ പുറത്തും ഇത്തരം അസഭ്യ പ്രകടനങ്ങൾ അനുസ്യൂതം തുടരുന്നുണ്ട്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും അത്രേ ഇപ്പോൾ ലീഗിൻ്റെ മുഖ്യ ശത്രുക്കൾ. മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് ഒരു വശത്ത് പറയുകയും മറുവശത്ത് മധുരം പുരട്ടി മതവിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് ലീഗ്. മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്നും 9.5 വർഷത്തെ നഷ്ടങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി വീണ്ടെടുക്കുമെന്ന് പ്രസംഗിച്ച് നടന്ന KM ഷാജിയെപ്പോലെയുള്ള വർഗീയ വിഷം ചീറ്റുന്ന നേതാക്കളെ മന്ത്രിയാക്കിയാൽ കേരളത്തിൽ മതസൗഹാർദ്ദം പൂത്തുലയുമെന്നാണ് ലീഗ് നേതൃത്വത്തിൻ്റെ നിലപാട്. ഈ ഇരട്ടത്താപ്പ് ഞങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട്. കേരളത്തിലെ മതേതര സമൂഹത്തിന് മുന്നിൽ ഉടുമുണ്ടഴിഞ്ഞ നിലയിൽ നിൽക്കുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം. ഭരണ കസേരയിൽ ഏറിക്കഴിഞ്ഞ് ഇവർ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് കാണാനിരിക്കുന്നതേ ഉള്ളൂ. മതത്തിൻ്റെ പേരിലുള്ള ഈ സംഘടനയ്ക്ക് മതേതരത്തെക്കുറിച്ച് പറയാൻ ഒരർഹതയുമില്ല. ഇന്ത്യയെ മതപരമായി വിഭജിക്കാൻ മുന്നിൽ നിന്ന അഖിലേന്ത്യാ ലീഗിൻ്റെ അവശിഷ്ടമാണ് കേരളത്തിലെ മുസ്ലിം ലീഗ്. അതിൽ കൂടുതൽ ഡെക്കറേഷനൊന്നും ലീഗിന് വേണ്ട. ലീഗ് അഭിനയിക്കുന്ന മതേതര നാടകം കപട നാടകമാണെന്നറിയാൻ പാഴൂർ പടിപ്പുര വരെയൊന്നും പോകേണ്ട ആവശ്യമില്ല. ഹിന്ദുക്കളെ കൊന്നുതള്ളിയ മലബാർ കലാപത്തിൻ്റെ നാട്ടിലാണ് മുസ്ലിം ലീഗ് വളർന്ന് പന്തലിച്ചത്. അന്ന് അവിടെ നടന്ന കൂട്ടക്കൊലയെ സ്വാതന്ത്ര്യ സമരമാക്കി മാറ്റിയ തന്ത്രമൊന്നും ഇനി വിലപ്പോകില്ല. മലബാർ കലാപത്തിൻ്റെ ഇരകളുടെ ദുരവസ്ഥകൾക്ക് നേരിൽ കണ്ട് കവിതയായി രചിച്ച് മാലോകരെ അറിയിച്ച കുമാരനാശാൻ SNDP യോഗം ജനറൽ സെക്രട്ടറിയായിരുന്ന കാര്യം ലീഗുകാർ ഓർക്കുന്നത് നല്ലതാണ്. മാറാട് കലാപവും കേരളം മറന്നിട്ടില്ല, മറക്കാനും സാധിക്കില്ല. ആ കലാപത്തിൻ്റെ പിന്നിലെ കൈകൾ ആരുടേതാണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. ലീഗിൻ്റെ പുതിയ പ്രകടനം കാണുമ്പോൾ പുതിയ മാറാടുകളും മലബാർ കലാപങ്ങളും ഇനിയും സൃഷ്ടിക്കപ്പെട്ടേക്കുമെന്ന് കരുതിപ്പോകുന്നു. ഭരണം തുടങ്ങും മുമ്പേ ലീഗിൻ്റെ നീക്കം ഇങ്ങനെയാണെങ്കിൽ ഭരണം അവസാനിക്കുമ്പോഴേക്കും എന്തായി തീരുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. എങ്കിലും ഇതുപോലുള്ള ഏത് വെല്ലുവിളികളെയും നേരിടാൻ SNDP യോഗം തയ്യാറാണ്. സമുദായത്തെ തകർക്കാൻ ലീഗെന്നല്ല, ഏത് കൊലകൊമ്പൻ വന്നാലും കൈകാര്യം ചെയ്യാനുള്ള ശക്തി ഇന്ന് യോഗത്തിനുണ്ടെന്ന് വ്യക്തമാക്കട്ടെ. SNDP യോഗം മാനേജിംഗ് എഡിറ്റർ വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥം എന്ന് പറഞ്ഞാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ എഡിറ്റോറിയൽ അടർത്തി വിട്ടിരിക്കുന്നത്. അപ്പോൾ ശരി.